സർവം കൃഷ്ണാർപ്പണമസ്തു. മഹാവിഷ്ണുവിനെ പോലും ഒരു കല്ലായി മാറാൻ ശ്രമിച്ച പുരാണങ്ങളിലെ ഏറ്റവും വേദനാജനകമായ ഒരു പ്രണയകഥയെക്കുറിച്ചും അതിലൂടെ ജനിച്ച സാളഗ്രാമത്തെക്കുറിച്ചും അറിയാമോ? ആരാണ് ബൃന്ദ? അസുര രാജാവായ ജലന്ധരൻ്റെ ഭാര്യയായിരുന്നു ബൃന്ദ. ഭർത്താവിനോടുള്ള അവളുടെ കറപുരളാത്ത സ്നേഹവും പാതിവൃത്യവുമായിരുന്നു അവളുടെ ശക്തി. ആ ശക്തി കാരണം ജലന്ധരനെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ പരമശിവന് പോലും കഴിഞ്ഞിരുന്നില്ല. ദേവലോകത്തെ രക്ഷിക്കാൻ ജലന്ധരൻ്റെ വധം അനിവാര്യമായിരുന്നു. ആ നിമിഷത്തിലാണ് വിധി മറ്റൊന്ന് തീരുമാനിച്ചത്. ഭഗവാന്റെ മായയും ബൃന്ദയുടെ തകർച്ചയും. ബൃന്ദയുടെ പാതിവൃത്യം ഭംഗം വരാതെ ജലന്ധരനെ വധിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ മഹാവിഷ്ണു ഒടുവിൽ ഒരു കഠിനമായ വഴി തിരഞ്ഞെടുത്തു. ജലന്ധരൻ്റെ രൂപം ധരിച്ച് വിഷ്ണു ബൃന്ദയുടെ അടുത്തെത്തി. ഒട്ടും സംശയിക്കാതെ തൻ്റെ ഭർത്താവാണെന്ന് കരുതി ബൃന്ദ വിഷ്ണുവിനെ സ്വീകരിച്ചു. ആ നിമിഷം തന്നെ യുദ്ധഭൂമിയിൽ വെച്ച് ശിവൻ ജലന്ധരൻ്റെ ശിരസ്സറുത്തു. തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഭർത്താവല്ല, മറിച്ച് താൻ അത്രയേറെ ആരാധിച്ചിരുന്ന പ്രപഞ്ചനാഥനായ വിഷ്ണുവാണെന്ന് മനസ്സിലാക്കിയ ബൃന്ദ പാടെ തകർന്നുപോയി. ചതിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ, ഒരു ഭാര്യയുടെ ആത്മാവിൽ നിന്നുള്ള നിലവിളിയാണ് പിന്നീട് ശാപമായി മാറിയത്. നീ ഒരു കല്ലായി പോകട്ടെ. ഒരു സ്ത്രീയുടെ സ്നേഹത്തെ ചതിക്കാൻ ഭാവഭേദമില്ലാതെ കല്ലുപോലെയുള്ള മനസ്സോടെ പെരുമാറിയ നിനക്ക് ഇനി ഒരു ശിലയായി മാറാനേ യോഗ്യതയുള്ളൂ എന്ന ബൃന്ദയുടെ ശാപം ഭഗവാൻ ശിരസ വഹിച്ചു. അങ്ങനെ വിഷ്ണു നേപ്പാളിലെ ഗണ്ഡകി നദിയിൽ കറുത്ത ശിലയായി മാറി. അതാണ് ഇന്ന് നമ്മൾ കാണുന്ന സാളഗ്രാമം. പിന്നീട് ബൃന്ദയുടെ ചിതയിലെ ചാരത്തിൽ നിന്നും ഭഗവാന്റെ അനുഗ്രഹത്തോടെ ഒരു ചെടി മുളച്ചുപൊന്തി. അതാണ് തുളസിച്ചെടി. ഭഗവാൻ വിഷ്ണു ബൃന്ദയോടുള്ള പ്രാശ്ചിത്തമായി തൻ്റെ നെഞ്ചിലെ ലക്ഷ്മീദേവിയേക്കാൾ സ്ഥാനം തുളസിക്ക് നൽകി. തുളസിയില ഇല്ലാതെ വിഷ്ണു പൂജ അപൂർണമായി മാറിയത് അങ്ങനെയാണ്. ചില പുരാണങ്ങളിലുള്ള കഥയുടെ രൂപാന്തരങ്ങളിൽ പുഴയിൽ വസിക്കുന്ന വജ്രകീടമെന്ന പുഴു ഈ ശിലകൾ തുറന്ന് പാടുകൾ ഉണ്ടാക്കുന്നു. ഈ പാടുകളാണ് ചക്രം വരഞ്ഞതുപോലെ കാണുന്നത്. ഇനി ശാസ്ത്രം പറയുന്നത് കൂടി കേൾക്കാം. ഏകദേശം 24 കോടി വർഷങ്ങൾക്ക് മുൻപ് ഇന്നത്തെ ഹിമാലയം നിൽക്കുന്ന ഭാഗത്ത് ടെത്തിസ് എന്നൊരു വലിയ സമുദ്രമുണ്ടായിരുന്നു. അതിൽ ജീവിച്ചിരുന്ന ചുരുളൻ ആകൃതിയിലുള്ള അമോണൈറ്റിസ് എന്ന കടൽജീവികളുടെ ഫോസിലുകളാണ് യഥാർത്ഥത്തിൽ ഈ സാളഗ്രാമങ്ങൾ. ഭൂഖണ്ഡങ്ങളുടെ ചലനം കാരണം ടെത്തിസ് കടലിൻ്റെ അടിത്തട്ട് ഉയർന്നു ഹിമാലയമുണ്ടായപ്പോൾ ഈ ജീവികളുടെ തോടുകൾ കല്ലുകളിൽ പതിഞ്ഞ് ക്രമേണ ഫോസിലുകളായി മാറി. അതിലെ ആ ചുരുളുകൾ ആണ് വിഷ്ണുവിൻ്റെ സുദർശന ചക്രത്തെ ഓർമ്മിപ്പിക്കുന്നത്. സർവം കൃഷ്ണാർപ്പണമസ്തു.